മയക്കുമരുന്ന് മനുഷ്യനെ കൊല്ലുന്ന വിഷമാകുന്നു. യുവത്വത്തിൻ്റെ അന്തകൻ. അവനവൻ്റെ ആയുസ്സിനെ മയക്കുമരുന്നിന് വിലയായി നൽകാതിരിക്കൂ. ജീവൻ അതമൂല്യമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്ക് തെളിച്ചമുള്ള ചിന്തകളോടെ വളർന്നു വരാം. Type of tense: past tense, present tense, future tense, and Teacher, may I go to toilet? എടാ സാധനം കിട്ടിയോ? എടാ ജെയിംസ്, ഞാൻ ക്രിസ്റ്റഫർ ജോണും കഞ്ചാവ് ഇരിക്കുന്നുണ്ട്. നീ ഇത് മറന്നേക്ക്, അല്ലെങ്കിൽ ആൾ മൊത്തം സീനാകും. അങ്ങനെ വിടാൻ പറ്റില്ല, ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോവാ. ക്രിസ്റ്റഫറെ ജോണേ, നിങ്ങൾ കഞ്ചാവ് കഴിക്കുന്നത് സിയാസ് കണ്ടു. നീ വെക്കോ, ഞങ്ങൾ നോക്കിയോളാം. നിങ്ങൾക്കിതിനെന്തെങ്കിലും എക്സ്പ്ലനേഷൻ തരാനുണ്ടോ? ഈ സ്കൂളിന് ഒരു നിലയും വിലയും ഒരു സൽപ്പേരും ഒക്കെ ഉള്ളതാണ്. നിങ്ങളത് കളഞ്ഞു കുളിക്കരുത്. അതുകൊണ്ട് ഇനി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. TC വാങ്ങിപ്പോക്കോളൂ. അവൻ കാരണം നമ്മൾ പെട്ടല്ലോടാ. എന്നാ നമുക്ക് അവൻ്റെ 2 പൊട്ടിച്ചാലോ? എന്നാ നമുക്കെന്നാ അവനെ തട്ടിക്കളഞ്ഞാലോ? അപ്പൊ പോലീസോ? ഫസ്റ്റ് ഇയർ ആണ് ഈ റൊമാൻ കിട്ടിയത്. ഇത് പറയാൻ വേണ്ടിയാണോ വന്നത്? ചേച്ചിമാരെ, ഞാൻ കൃപ ഫസ്റ്റ് ഇയർ ആയിട്ട് ജോയിൻ ചെയ്തതാണ്. ചേച്ചിമാരൊക്കെ പേരെന്താ? അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? ഈ വാർഡനില്ല അതിൽ വരുമ്പോൾ നീ ഇങ്ങോട്ട് കിട്ടിവിടുന്നേ. അവർക്ക് വേറെ പണിയില്ലേ? ഇയാളോട് പാലമാണ് പറഞ്ഞിട്ട്, എന്നാലും കേൾക്കത്തില്ല. ഇവിടെ കണ്ടൊരു പാവം ലുക്കൊന്നും എന്തായാലും 2 ദിവസം അതിൽ കൊള്ളാത്തില്ല. ചേച്ചിമാരെ, ഞാൻ എവിടെയാ കിടക്കണ്ടേ? എന്താ വേണോ? കുറച്ച് MDMA. അല്ലാതെ നിനക്ക് ഉപ്പായിട്ട് തോന്നുന്നുണ്ടോ?
അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. തിരിച്ചെഴുതാൻ കൊടുക്കുക. आल्बिन, क्रिस्टी, किरण, रेजा, क्रिस्टी, കൃപ. ആദ്യത്തെ ദിവസം ആയതേ ഉള്ളൂ. ഈ കൊച്ചി ഇപ്പോഴേ ഇങ്ങനെ ആബ്സെൻ്റ് ആയില്ല, ഇനി എന്താവുമോ? 1 2 3 4 ഇന്നും ആ 3 പേരില്ലേ? ഇനി നിങ്ങൾ എന്നെ ഫോഴ്സ് ചെയ്ത് ഞാൻ ഇനി കംപ്ലൈൻറ്റ് ചെയ്യും. കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോളേജ് ഹോസ്റ്റലിൽ അരിക്കൊല. വിദ്യാർത്ഥിനിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. മാനാട് സെന്റ് ജോർജ് കോളേജിലാണ് മനസാക്ഷിയെ നടക്കുന്ന ഈ കൊലപാതകം നടന്നത്. സെന്റ് ജോർജ് കോളേജിലെ പ്രഥമ വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ കൃപ സെബാസ്റ്റ്യനാണ് മരണപ്പെട്ടത്. പ്രതികളിൽ ഒരാൾ സംഭവത്തിന് ശേഷം ആത്മഹത്യ ചെയ്യുകയുണ്ടായി. 3 പ്രതികളും ആത്മഹത്യാശ്രമം നടത്തിയെങ്കിലും 2 പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. പ്രതികൾ ലഹരിക്ക് അടിമകളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. എൽസ ജോൺ, ദ്വിതി സുദർശൻ, ആനി കുര്യൻ എന്നിവരാണ് പ്രതികൾ. ഇവർ 3 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനികളാണ്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളുമായി പഠിക്കാൻ വന്ന വിദ്യാർത്ഥിനി, അവളുടെ സ്വപ്നങ്ങളുടെ ചിറകൊടിക്കാൻ ആ കിരാതന്മാരായ 3 പേർ. അവരുടെ ലഹരിയുടെ മത്തിൽ അവർ ചെയ്ത ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു കയ്യബദ്ധം, അതുകൊണ്ട് തീർന്നത് ഒരു കുടുംബമാണ്, അവരുടെ സ്വപ്നങ്ങളാണ്. ലജ്ജിക്കുക കേരളമേ. ഇനിയും എത്ര പേർ ഇതുപോലെ, ഇനിയും എത്ര പേരുടെ മരണം കാണണം? ലഹരിയെക്കുറിച്ച് നാം ബോധവാന്മാരാകുവാൻ ഇനി എത്ര ജീവിതങ്ങൾ ഇങ്ങനെ അവസാനിക്കണം? ഇനിയൊരു ഷഹനാസും ഇനിയൊരു കൃപയും ഉണ്ടാവാതിരിക്കട്ടെ. ലഹരിക്കെതിരെ നമുക്കുണരാം, ചിന്തിക്കാം, വിവേകമുള്ളവരാകാം.